കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളെ കൂട്ടിയിണക്കിയുള്ള പുതിയ ഒരു പദ്ധതിയായിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേ. ഇതുവരെ ഹൈവേ കടന്നു പോകാത്ത മേഖലകളിലൂടെ എന്നാൽ വളരെ ദൂരക്കുറവിൽ ഈ ഒരു ഹൈവേ വിഭാവനം ചെയ്തതാണ്. മണ്ണാർക്കാട് നിന്നും കരുവാരുകുണ്ടിലൂടെ മഞ്ചേരിയിലൂടെ മഞ്ചേരിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ അരീക്കോട്, ചീക്കോട് വന്ന് രാമനാട്ടുകരയ്ക്ക് അടുത്തെത്തുന്ന വിധമാണ് ഇതിൻ്റെ ഒരു ഈ ഹൈവേ വിഭാവനം ചെയ്തത്. 121 കിലോമീറ്റർ ദൂരം, 8000 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു പദ്ധതി ചിലവായി കണക്കാക്കിയിരുന്നത്. അതിനുവേണ്ടി 2000 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥലം ഏറ്റെടുത്തു. പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒന്നും നടക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ പദ്ധതി വൈകുന്നത് ചോദ്യമാണ് ഉയരുന്നത്. സ്ഥലം വിട്ടുകൊടുത്തവർക്ക് ആശങ്കകളുണ്ട്. കാരണം അവർക്ക് പണം കിട്ടിയെങ്കിൽ പോലും അവരുടെ വസ്തുവകകളിൽ ഇപ്പോൾ ആരും ചോദിക്കാനില്ലാത്തത് കൊണ്ട് സാമൂഹ്യ വിരുദ്ധർ താവളം അടിക്കുന്നു എന്നതാണ് പ്രശ്നം. മറ്റ് ജീവികൾ, പട്ടികളും പന്നികളും കുറുക്കന്മാരും അടക്കുന്ന വലിയ ജീവിശല്യം ആ മേഖലയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ പദ്ധതി വൈകുന്നതെന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരം നൽകാനാകുന്നില്ല എന്നതാണ് നാട്ടുകാരെ വലിയ തോതിൽ തന്നെ വിഷമത്തിലാക്കുന്നത്. എത്രയും വേഗം ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. നിലവിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്കും ബുദ്ധിമുട്ടുണ്ട്, നാട്ടിലെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. സാമൂഹിക ദ്രോഹികൾ നിരന്തരം മൈഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസം കൊണ്ടുണ്ട്. ഇതെപ്പോൾ തീരും, എന്താവും, ആർക്കും ഒരു പിടുത്തമില്ല. കുറച്ച് ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഇനി പൈസ കിട്ടാനുള്ളവരുണ്ട്, കിട്ടാതെ അങ്ങനെ പകുതി കാറ്റഗറിയിലൊക്കെ വ്യത്യാസം വന്ന് കിടക്കുന്ന പല പൈസയും പെൻഡിങ് കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇതിൻ്റെ DPR ക്യാൻസലായി പോയിട്ടുണ്ട്. സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സമയം 1 വർഷമാണെന്ന് തോന്നുന്നു DPRയുടെ കാലാവധി. അത് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസലായി. പുതിയ DPR തയ്യാറായിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് പാലക്കാട് നിന്നും മഞ്ചേരി നിന്നൊക്കെ പറയുന്നത്. എസ്റ്റിമേഷൻ പിന്നെയും കൂടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന് എക്സിറ്റ് എൻട്രൻസ് ഒക്കെ പല സ്ഥലങ്ങളിലും വരുമ്പം അതിന് പുതിയ DPRൽ പുതിയ എസ്റ്റിമേറ്റ് വരുന്നു. കൂടുതൽ ഏറ്റെടുക്കുന്ന ആലോചന, അതെ, പുതിയ ഏറ്റെടുക്കണം അങ്ങനെ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ട് ഇപ്പോൾ മഞ്ചേരിയിലെ ഓഫീസിലുള്ള ആളുകൾക്ക് അറിയില്ല, പാലക്കാട് ഓഫീസിലുള്ള ആളുകൾക്ക് അറിയില്ല. എല്ലാവരും പറയണത് DPR പുതിയത് വന്നെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഏറ്റെടുത്ത് അതോടുകൂടി പിന്നെ എന്തുണ്ട്, അവരിപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിലക്കത് നിൽക്കണം ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയ മാതിരി ആയി വരിക, കാടൊക്കെ നിറഞ്ഞ്. അതുപോലെ ഈ വീടുകൾക്കൊന്നും ഡോറും കാര്യം ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ പിന്നെ വന്യമൃഗങ്ങളൊക്കെ കയറി കൂടുന്നുണ്ട്. പിന്നെ അനാശ്വാസ കാര്യങ്ങളൊക്കെ അതും ആൾ മനസ്സില്ലാതാക്കല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തുമ്പോൾ ഇത് ഗവൺമെൻറ് അവരത് ഇതിപ്പം ഗവൺമെൻറ്റിൻ്റെയും അല്ല ജനങ്ങളുടെയും അല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇത്തിരി കോടികളിവിടെ മുടങ്ങി കിടക്കുകയാണ്. ആ മുടങ്ങി കിടക്കണ മുതൽ അവരുടേതായിട്ട് ഏറ്റെടുക്കണം. ആ ഏൽപ്പിന് പൈസ കൊടുത്ത് ജനങ്ങൾക്ക് പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഗവൺമെൻറ് അവിടെ ഏറ്റെടുത്തിയായിട്ട് ഇത് നമ്മുടെ ഭൂമിയാണ് എന്നുള്ളത് അന്യോന്യം അടയാളപ്പെടുത്തിയായിട്ട് പോയിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒന്ന് മുറിച്ച് വേറിലൊക്കെ ആക്കി ഈ കാടൊക്കെ പോകുമ്പോഴേ ഇവിടുന്ന് വന്യമൃഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുള്ളൂ. ഇങ്ങനത്തെ ഒരു കുറുക്കനും നായ അതുപോലെ പന്നി ഇത് നിറഞ്ഞു കിടക്കുക. മറ്റുള്ള സ്ഥലത്ത് കൃഷി പോലും ചെയ്യാൻ വയ്യ. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിതെന്ന് മലപ്പുറം MP ET മുഹമ്മദ് ബഷീറും പറയുന്നു. എന്താണ് ഈ കാലതാമസത്തിന് കാരണമെന്നറിയില്ല. NHA മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണോ എന്ന് പറയാനാകില്ല. അത് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം കൂടിയാലോചിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. കാരണം ഇനിയും വൈകുകയാണെങ്കിൽ ഇതിൻ്റെ ചെലവ് പിന്നെയും കൂടും. അതുകൊണ്ട് തന്നെ വലിയ കാലതാമസം കൂടാതെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയേ തീരുമെന്ന് ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെടുന്നു. അതിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ശരിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ബന്ധപ്പെട്ടവരും പറയേണ്ട. അതിപ്പോൾ പറയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെന്ന് പറയുന്നത് വളരെ വലിയ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. സാധാരണ ഇപ്പോൾ NHൻ്റെ ഒരു ഇത് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വലിയ ആവേശമാണ്. അങ്ങനെയാണ് ഇവിടെയും വന്നത്. കോമ്പൻസേഷൻ റേറ്റ് എല്ലാം തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തി. അപ്പോൾ ഇതിൽ കോഴിക്കോട്, മലപ്പുറം, പിന്നെ പാലക്കാട് ഈ 3 ജില്ലകളിലെ ഏരിയ കൂടെ കടന്നു പോകുന്നതാണ്. ഇതിൽ മലപ്പുറത്തിൻ്റെത് ഏതാണ്ട് 100% തന്നെ എക്കോസിസ്റ്റം നടപടി പൂർത്തിയായി. ഈ പാലക്കാട് 70 മുതൽ 80 വരെയുള്ള %, ബാക്കി ഏത് സമയത്തും ചെയ്യാവുന്ന കാര്യമുള്ളൂ. കോഴിക്കോടും ഏറെക്കുറെ ഇതാകും. അപ്പോൾ അതിന് പൈസ കൊടുത്തു, പൊസഷൻ എടുത്തു. പക്ഷേ പൈസ ഇതെടുത്ത് നമ്മുടെ കയ്യിലുള്ള ഭൂമി, ഈ ഭൂമി അവിടെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, മറ്റു പലതുണ്ടല്ലോ. സർക്കാരിൻ്റെത് എന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യം അങ്ങനെയാണെന്നുള്ളൊരു നിലയിൽ വന്ന് പല നിലയിലുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസൊക്കെ തന്നെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥിതി വരെ വന്നു. ധാരാളം വാർത്തകൾ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. 121 കിലോമീറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 121 കിലോമീറ്റർ ഇത്രയും സ്വത്ത് നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അതിൻ്റെ പ്രധാന കടമ്പ കടന്നിട്ടും
അത് നിർമ്മാണ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇത് കഴിഞ്ഞ സെഷനിൽ തന്നെ പല ഘട്ടങ്ങളായിട്ട് ഞാനും ഉന്നയിച്ചിരുന്നു. പോരാത്തതിന് നമ്മുടെ കേരളത്തിലെ ഈ ഏരിയയിലുള്ള MP-മാരൊക്കെ തന്നെ ഈ കാര്യം സജീവമായിട്ട് ഉന്നയിച്ചു. അപ്പം CM വിളിച്ചു കൂട്ടി ഇന്നലത്തെ യോഗത്തിൽ ഞാനത് വളരെ ഗൗരവമായിട്ട് അത് ഉന്നയിച്ചു. അതിൽ ഓരോ ബജറ്റിനും വെവ്വേറെ എടുത്ത് സംസാരിച്ച സംഗതിയിൽ ഈ നാഷണൽ ഹൈവേൻ്റെ കാര്യമാണ് ഏറ്റവും അധികം എടുത്തത്. നമ്മളത് മാത്രമല്ല NHAI ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഗതികളുമുണ്ട്. അപ്പോൾ ഇത് സാവകാശം കിട്ടിയപ്പോൾ അത് സംസാരിച്ചു. CM അത് വളരെ കൺവീൻസ് ചെയ്യും. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് CM തന്നെ നിർദ്ദേശം കൊടുത്ത് അതിൻ്റെ മോണിറ്ററിങ് അടക്കം നടത്താൻ പറ്റുന്ന വിധത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് CM വളരെ കൺവിൻസിംഗ് ആയി. അതിനാവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാം. ഉന്നതതല യോഗം ഉടനെ തന്നെ വിളിച്ചു കൂട്ടി ഇതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യാവുന്നത്. മാത്രമല്ല ഇതിൽ വേറൊരു സംഗതിയുണ്ട്. ഇത് നീണ്ടുപോയിരുന്നാൽ ഇതിൻ്റെ എസ്കലേഷൻ കോസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ട എസ്റ്റിമേറ്റ് ആയിരിക്കില്ല. കുറച്ചുകൂടി റിവൈസ് ചെയ്ത് വന്നാൽ അതിന് പിന്നെയും കുറേ കടമകൾ കിടക്കാനുണ്ടോ. അങ്ങനെ ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട് സജീവമായിട്ട്. ഞങ്ങളിപ്പോൾ നാളെ പോവുകയാണ്. 20-ാം തീയതി പിന്നെ പാർലമെൻറ്റ് തുടങ്ങുകയാണ്. ആ പാർലമെൻറ്റ് സെഷനിലും തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ ഏരിയയിലെ MP-മാർ അവരും കൂടി കൂട്ടി യോജിപ്പിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് മിനിസ്റ്ററെ കാണാനും മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി വിശദീകരിക്കാനൊക്കെ തന്നെ സ്ഥലം കൂടുതൽ ഏറ്റെടുക്കാനുള്ളതുകൊണ്ടാണോ, അലൈൻമെൻറ്റ് മാറിയതുകൊണ്ടാണോ? ഇല്ല, പറയുന്നില്ല. അലൈൻമെൻറ്റ് ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, എൻ്റെ സ്പീച്ച് ഇതിലുണ്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്ന് അവർ പറയണമല്ലോ. അതല്ലാതെ അതൊരു എന്താ പറയുക, ഒരു മൂടി വെച്ച സ്വഭാവത്തിലുള്ള ഒരു സമീപന രീതിയാണ് ആ കാര്യത്തിൽ കാണുന്നത്. അതെ, നാഷണൽ ഹൈവേ അതോറിറ്റി കാണിക്കുന്നത്. പിന്നെ അപ്പോൾ മിനിസ്റ്ററൊക്കെ നിതിൻ ഗഡ്കരിൻ്റെ ഒരു അപ്രോച്ച് എന്നൊക്കെ പറയുന്നത് അത് തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. പക്ഷേ ചില ഹർഡിൽസ് ഉണ്ടാവാം. പക്ഷെ അതെന്തായാലും തീർക്കണ്ടേ. മറ്റെല്ലാ ഹൈവേകളും വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൻ്റെ സംഗതി കിട്ടിയാൽ പിന്നെ അത് ശരിക്കും കൊണ്ടുപോകില്ല എന്നുള്ളത് ചെയ്തപ്പോൾ നമുക്ക് പല കാര്യത്തിലുണ്ട്. അവസാനം ഇങ്ങനെ വന്ന അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണ്. മുൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ജാഗ്രത കുറവ് ഉണ്ടായതുകൊണ്ടാണ്. അല്ലല്ല, അതിൽ ജാഗ്രതക്കുറവ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇപ്പോൾ അതിൻ്റെ എക്കോസിസ്റ്റംസ് ഒക്കെ നടപടികൾ വളരെ സ്പീഡായിരുന്നല്ലോ. അഗ്രോസോഷ്യൽ നടപടിയൊക്കെ വളരെ സ്പീഡായിരുന്നു. അതെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ആ സ്പീഡിൽ വന്നിരുന്ന ഇതിനകം തന്നെ അത് നിന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. NHAIയുടെ താല്പര്യക്കുറവാണ്. NHAIയുടെ ഒരു അവ്യക്തത ഉണ്ട്, താല്പര്യക്കുറവുണ്ട്. കൺഫ്യൂഷൻ എന്താ വെച്ചാൽ തീർക്കാനുള്ള ഒരു അടിയന്തര സ്വഭാവത്തിലുള്ള ഒരു വർക്ക് അവർ ചെയ്യുന്നുണ്ട്. MP-മാർ യോജിച്ചിട്ട് പോലും പറയുന്നില്ല. അതെ അതെ. ഇന്നലെ ഞാൻ എൻ്റെ ആർഗ്യുമെൻ്റ് പറഞ്ഞത് ഇതെന്താണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും ഞങ്ങൾ ഫസ്റ്റിൽ ഈ MP ഞാനും മുൻകൈ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഏരിയയിലെ MP-മാരെ കൂട്ടി ഞങ്ങൾ തന്നെ മിനിസ്റ്റർ പണം കൊടുത്ത വിഷയമായിട്ട് പോലെ അവർ ഇല്ല. അതെ, അവർക്കും പ്രശ്നമാണല്ലോ. കാരണം എസ്റ്റിമേറ്റ് പുതുക്കി രണ്ടാമതൊക്കെ വരേണ്ട കാര്യം മുടങ്ങിക്കിടന്നാൽ പിന്നെ അങ്ങനെയല്ലേ. പൈസ NHAIൻ്റെ ഇപ്പോഴും ഉണ്ട്, അതിന് പ്രശ്നമില്ല. പൈസൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. പക്ഷെ അവർ ഒരു ഉന്മേഷക്കുറവായിരുന്നു. തീർച്ചയായിട്ടും നേരിട്ട് കണ്ട വിഷയം സംസാരിക്കും. അതാ 20-ാം തീയതി തുടങ്ങുകയാണ്. തീർച്ചയായും അതാണ് മലപ്പുറത്തിനെയും പാലക്കാടിനെയും കോഴിക്കോടിനെയും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. NHAIയുടെ താല്പര്യക്കുറവ് കാരണം ഇപ്പോൾ വൈകുന്നത്. അത് ഗൗരവത്തിലെടുക്കണമെന്ന ഒരാവശ്യമാണ് MP E.T. മുഹമ്മദ് ബഷീർ ഉന്നയിക്കുന്നത്. ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ചിലയിടങ്ങളിൽ കുറെ കൂടി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്ന്, അതുകൊണ്ടാണ് പദ്ധതി തുടങ്ങാൻ വൈകുന്നതെന്നൊക്കെയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയാനാകുന്നത്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടും വ്യക്തമാകുന്ന കാര്യവുമല്ല. ഒരു മറച്ചു പിടിക്കുന്നുണ്ടോ NHAI എന്ന ചോദ്യമാണ് MP അടക്കം ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും സ്ഥലവാസികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ അധികൃതരെ സംബന്ധിച്ചും ഈ പദ്ധതി വളരെ വേഗത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. നിലവിലെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ സ്ഥലമെടുപ്പടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ വികസനത്തിന് തടസ്സമായിട്ട്. അപ്പോൾ അതിന് ബദലായിട്ട് മറ്റൊരു പാത കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്ക് വാഹനങ്ങൾ വളരെ വേഗത്തിൽ കോഴിക്കോട് പാലക്കാട് എത്താനുള്ള സാധ്യതയുണ്ട്. അത് നാടിൻ്റെ മറ്റൊരു തലത്തിലുള്ള വികസനത്തിന് വഴിയൊരുക്കുന്നതാണ്. പക്ഷേ വൈകും തോറും ചെലവ് ഭീമമായിട്ട് ഉയരുമെന്നുള്ളത് വരും മാസങ്ങളിൽ ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം NHAI ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യമാണ് വ്യാപകമായിട്ട് ഉയരുന്നത്. CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.